ഇന്നത്തെ ക്ലാസ്സിൽ കോഷ്യസ് ഇൻ്റഗ്രൽ ഫോർമുലയിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് പോയി കാണുക. ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ്റഗ്രൽ ഓവർ സി കോസ് ബൈ ഇസെഡ് ബൈ ഇസെഡ് സ്ക്വയർ മൈനസ് 1 റെക്റ്റാങ്കിൾ വിത്ത് വെർട്ടിസസ് എന്ന് പറയുന്നത് 2 പ്ലസ് ഓർ മൈനസ് ഐ. അടുത്തത് -2 പ്ലസ് ഓർ മൈനസ് ഐ. ഇവിടെ രണ്ട് വെർട്ടിസസ് ആണ് തന്നിരിക്കുന്നത്, 2 പ്ലസ് ഓർ മൈനസ് ഐയും -2 പ്ലസ് ഓർ മൈനസ് ഐയും. ഈ വെർട്ടിസസിന് അകത്ത് വരുന്ന പോയിൻറ്റ്സ് ആണ് നമുക്ക് എടുക്കേണ്ടത്. ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഇസെഡ് സ്ക്വയർ മൈനസ് 1ന് 0 കൊടുക്കുമ്പോൾ ഇസെഡ് സ്ക്വയർ 1 ആകുന്നു. ഇസെഡ് സ്ക്വയർ 1 വരുമ്പോൾ ഇസെഡിന് പ്ലസ് ഓർ മൈനസ് 1 വരുന്നു. ഇതിനെയാണ് സിംഗുലർ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഇത് ലൈ ചെയ്യുന്നത് ഇൻസൈഡ് ദ റെക്റ്റാങ്കിളിലാണ്. അടുത്ത് എഴുതുന്നത് ഇൻ്റഗ്രൽ ഓവർ സി കോസ് ബൈ ഇസെഡ് ബൈ ഇസെഡ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു ഡി ഇസെഡ്. ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി കോസ് ബൈ ഇസെഡ് ഇൻറ്റു ഡി ഇസെഡ്. ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഇസെഡ് സ്ക്വയർ മൈനസ് 1നെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇസെഡ് പ്ലസ് 1 ഇൻറ്റു ഇസെഡ് മൈനസ് 1 എന്ന് വരുന്നു. അടുത്തത് ഇൻ്റഗ്രൽ ഓവർ സി കോസ് ബൈ ഇസെഡ് വെളിയിലിറക്കുന്നു, ബ്രാക്കറ്റിൽ 1 ബൈ ഇസെഡ് പ്ലസ് 1 ഇൻറ്റു ഇസെഡ് മൈനസ് 1 ഇൻറ്റു ഡി ഇസെഡ് എന്ന് വരുന്നു. എഫ് ഓഫ് ഇസെഡ് എന്ന് വെച്ചാൽ കോസ് ബൈ ഇസെഡ്. സിംഗുലർ പോയിൻറ്റ്സ് റെക്റ്റാങ്കിളിനകത്താണ് ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോഷ്യസ് ഇൻ്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്യുന്നു. അതിനായി 1 ബൈ ഇസെഡ് പ്ലസ് 1 ഇൻറ്റു ഇസെഡ് മൈനസ് 1 എന്നത് പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുന്നു. എ ബൈ ഇസെഡ് പ്ലസ് 1 പ്ലസ് ബി ബൈ ഇസെഡ് മൈനസ് 1 എന്നത് ഫാക്ടറൈസ് ചെയ്യുന്നു. ഡിനോമിനേറ്ററിൻ്റെ പ്രൊഡക്റ്റായ ഇസെഡ് പ്ലസ് 1 ഇൻറ്റു ഇസെഡ് മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡിൽ 1, റൈറ്റ് സൈഡിൽ എ ബൈ ഇസെഡ് പ്ലസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഇൻറ്റു ഇസെഡ് മൈനസ് 1 പ്ലസ് അടുത്ത ടേം ബി ബൈ ഇസെഡ് മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി ഇൻറ്റു ഇസെഡ് പ്ലസ് 1. ഇസെഡിന് രണ്ട് വാല്യൂസ് കിട്ടുന്നു, 1ഉം -1 കൊടുക്കുന്നു. ഇസെഡിന് 1 കൊടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് 1 ആണ്. റൈറ്റ് സൈഡ് എ ഇൻറ്റു ഇസെഡ് മൈനസ് 1നകത്ത് ഇസെഡിന് 1 കൊടുക്കുമ്പോൾ 1 - 1 0, ആ ഒരു ടേം 0 ആയി പോകുന്നു. അടുത്തത് ബി ഇൻറ്റു ഇസെഡ് പ്ലസ് 1. ഇസെഡിന് 1 കൊടുക്കുമ്പോൾ 1 + 1 2, 2b = 1, ബിയുടെ വാല്യൂ 1/2 എന്ന് വരുന്നു. അടുത്ത ഇസെഡിന് -1 കൊടുക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ 1 തന്നെയാണ്. റൈറ്റ് സൈഡിൽ എ ഇൻറ്റു ഇസെഡ് മൈനസ് 1, ഇസെഡിന് -1 കൊടുക്കുമ്പോൾ എ ഇൻറ്റു -1 -1. അടുത്ത ടേം ബി ഇൻറ്റു ഇസെഡ് പ്ലസ് 1, ഇസെഡിന് -1 കൊടുക്കുമ്പോൾ -1 + 1, ആ ടേം 0 ആയി പോകുന്നു. എ ഇൻറ്റു -1 -1 -2a = 1, എയുടെ വാല്യൂ -1/2 എന്ന് വരുന്നു. നമ്മൾ മുമ്പ് എഴുതിയ 1 ബൈ ഇസെഡ് പ്ലസ് 1 ഇൻറ്റു ഇസെഡ് മൈനസ് 1 = എക്ക് പകരം -1/2 ബൈ ഇസെഡ് പ്ലസ് 1. അടുത്തത് ബിക്ക് പകരം 1/2 ബൈ ഇസെഡ് മൈനസ് 1. അതിനകത്ത് 1/2 പുറത്തെടുക്കുന്നു. ബ്രാക്കറ്റിനുള്ളിൽ ആദ്യം പ്ലസ് എഴുതണം, പിന്നെ മൈനസ് എഴുതണം. 1 ബൈ ഇസെഡ് മൈനസ് 1 മൈനസ് 1 ബൈ ഇസെഡ് പ്ലസ് 1. നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ നമ്പർ 1. ലെഫ്റ്റ് സൈഡ് ഇൻ്റഗ്രൽ ഓവർ സി കോസ് ബൈ ഇസെഡ് ഡി ഇസെഡ് ബൈ ഇസെഡ് സ്ക്വയർ മൈനസ് 1 അതേപോലെ തന്നെ ആയിരുന്നു. റൈറ്റ് സൈഡ് ഇൻ്റഗ്രൽ ഓവർ സി കോസ് ബൈ ഇസെഡ് 1 ബൈ ഇസെഡ് പ്ലസ് 1 ഇൻറ്റു ഇസെഡ് മൈനസ് 1ന് പകരം 1/2 ബ്രാക്കറ്റിനുള്ളിൽ 1 ബൈ ഇസെഡ് മൈനസ് 1 മൈനസ് 1 ബൈ ഇസെഡ് പ്ലസ് 1 ഇൻറ്റു ഡി ഇസെഡ് എന്ന് എഴുതുന്നു. = 1/2 കോമൺ ആയിട്ട് എഴുതുന്നു. ബ്രാക്കറ്റിനുള്ളിൽ ഇൻ്റഗ്രൽ ഓവർ സി കോസ് ബൈ ഇസെഡ് ബൈ ഇസെഡ് മൈനസ് 1 ഇൻറ്റു ഡി ഇസെഡ് മൈനസ് ഇൻ്റഗ്രൽ ഓവർ സി കോസ് ബൈ ഇസെഡ് ഡി ഇസെഡ് ബൈ ഇസെഡ് മൈനസ് 1. ഇസെഡ് മൈനസ് 1 0 ആണെങ്കിൽ ഇസെഡ് = 1 ആണ് എയുടെ വാല്യൂ. ഇസെഡ് പ്ലസ് 1 0 ആണെങ്കിൽ ഇസെഡ് = -1 ആണ് എയുടെ വാല്യൂ. ഇവിടെ എഫ് ഓഫ് 1ഉം എഫ് ഓഫ് -1ഉം കണ്ടുപിടിക്കണം. എഫ് ഓഫ് ഇസെഡ് എന്നത് കോസ് ബൈ ഇസെഡ്. ഇസെഡിന് 1 കൊടുക്കുമ്പോൾ കോസ് ബൈ -1, ഇസെഡിന് -1 കൊടുക്കുമ്പോൾ കോസ് -1 എന്ന് കിട്ടുന്നു. 1/2 ഇൻറ്റു 2πi എഫ് ഓഫ് 1ന് വരെ -1 മൈനസ്
2πi എഫ് ഓഫ് -1 വരെ -1 1/2 -2π മൈനസും മൈനസും പ്ലസ് 2πi മൈനസും പ്ലസും ക്യാൻസലായി പോകുന്നു. ലാസ്റ്റ് ആൻസർ 0 എന്ന് കിട്ടുന്നു. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ.